നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 5 ബുധൻ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. സുരക്ഷാ ബോധം വളർത്താൻ കർമ്മ പദ്ധതി. അരക്ഷിത ബോധത്തിൽ നിന്നാണ് ആക്രമണോത്സുകത ഉണ്ടാവുക. സുരക്ഷിതത്വ ബോധമുണ്ടാക്കേണ്ട ചുമതല സമൂഹത്തിൻ്റെത് കൂടിയാണ്. കമ്പോള സംസ്കാരം സൃഷ്ടിക്കുന്ന കടുത്ത മത്സരമാണ് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത്. അരക്ഷിത ബോധം അസഹ്യമായവരെ മദ്യവും മയക്കുമരുന്നുമെന്ന സാങ്കല്പിക സുരക്ഷിതത്വത്തിലേക്ക് തള്ളിവിടുന്നതും കമ്പോള സംസ്കാരം തന്നെ. അതിന് തടയിടാൻ സമൂഹത്തിന്റെ കരുതൽ ഉറപ്പുവരുത്തണം. കുട്ടികളിലെ ആക്രമണോത്സുകത സംബന്ധിച്ച് നിയമസഭയിൽ നടത്തിയ ചർച്ചയും അതിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതിയും ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണ്. യുവജനങ്ങളിലും കുട്ടികളിലും കാണപ്പെടുന്ന ലഹരി ഉപയോഗത്തെയും അക്രമ സ്വഭാവത്തെയും അതിന്റെ യഥാർത്ഥ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ തൊലിപ്പുറമെയുള്ള ചികിത്സയല്ല, അത്തരം പ്രവണതകളുടെ വേരറുക്കുന്ന പ്രവർത്തന പദ്ധതി തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ വിവിധ സ്വാധീന മേഖലകളിലുള്ളവരുടെ അഭിപ്രായവും പങ്കാളിത്തവുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം. വിദ്യാർത്ഥി യുവജന സംഘടനകൾ, സിനിമ, സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകൾ, അധ്യാപക രക്ഷകർതൃ സംഘടനകൾ എന്നിവയുടെ യോഗം വിളിച്ച് അഭിപ്രായം ആരായാനാണ് ആദ്യപടിയായി സർക്കാർ തീരുമാനം. തുടർ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തവും തേടും. വിദ്യാർത്ഥികളിൽ സുരക്ഷിത ബോധമുണർത്താൻ സ്കൂളുകളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയാണ് രണ്ടാം പടി. പോലീസിന്റെയും പഞ്ചായത്തിന്റെയും രക്ഷകർതൃ സമിതിയുടെയും അധ്യാപകരുടെയും തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെയും പ്രതിനിധികളും ബഹുമാന്യനായ തദ്ദേശീയ വ്യക്തിയും ഉൾപ്പെടുന്ന സമഗ്രമായ സംവിധാനമാണ് ഇക്കാര്യത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. എവിടെയും നിങ്ങൾ സുരക്ഷിതരാണെന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുക. ശരിയായ രീതിയിൽ നിറവേറ്റാനായാൽ അതിന്റെ ഗുണഫലം ചെറുതായിരിക്കില്ല. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് പ്രാദേശികമായി പോലീസിന്റെയും തദ്ദേശവാസികളുടെയും യോഗം ചേരാനും നിർദ്ദേശമുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താൻ ഏറെ പര്യാപ്തമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ശക്തമാക്കാനുള്ള നിർദ്ദേശവും സ്വാഗതാർഹമാണ്. തികച്ചും അനഭിലഷണീയമായ പ്രവണതകൾ സമൂഹത്തിലാകെയും യുവജനങ്ങളിലും കുട്ടികളിലും വർദ്ധിച്ചു വരുന്നത് കാണാതിരുന്നുകൂടാ. കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി കണ്ട് കൈകാര്യം ചെയ്യുന്നത് ഉപരിപ്ലവമായ പരിഹാര മാർഗമേ ആവുകയുള്ളൂ. ലോകത്തെ ബാധിച്ച പകർച്ചവ്യാധിയായി അസഹിഷ്ണുത മാറിയിരിക്കുന്നു. യുദ്ധവെറിയുടെ ഭാഷയിലാണ് ലോക നേതാക്കൾ സംസാരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾ എന്ന വിഭജനവും ഞങ്ങൾ മാത്രം നിലനിന്നാൽ മതിയെന്ന പിടിവാശിയും വളരുന്നു. ആശയവിനിമയോപാധികൾ ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കെ അതിന്റെ അലയൊലികൾ കുട്ടികളിലും എത്തുന്നു. ഹിംസയിൽ ആറാടുന്ന, അതിന് മനുഷ്യ നായകരാകുന്ന ചലച്ചിത്രങ്ങളിൽ കുട്ടികൾ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല. മതനിരപേക്ഷവും പുരോഗമനപരവുമായ നിലപാടുകളോട് അസഹിഷ്ണുത പുലർത്തുന്ന സെൻസർ ബോർഡ് പക്ഷേ ഹിംസയുടെ ആഘോഷങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. സ്മാർട്ട് ഫോണുകളുടെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ ആരോഗ്യകരമായ സാമൂഹ്യ സൃഷ്ടിക്ക് പര്യാപ്തമല്ല. സാങ്കേതിക വിദ്യയെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്നതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. ഇന്റർനെറ്റ് നൽകുന്ന വിപുല സാധ്യതകൾ സർഗാത്മക വ്യക്തിത്വങ്ങളെയും സമൂഹത്തിന്റെയും സൃഷ്ടിക്ക് പ്രയോജനപ്പെടുത്തണം. അതേസമയം അതിന്റെ നശീകരണ സാധ്യതയും തിരിച്ചറിയണം. വിദ്യാഭ്യാസം വിജയികളാകാൻ വേണ്ടിയുള്ള മത്സരഭൂമിയാണെന്ന് കാഴ്ചപ്പാട് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. അതുണ്ടാക്കുന്ന ആന്തരിക സംഘർഷം ചിലരെയെങ്കിലും ലഹരിയിലേക്ക് തിരിച്ചുവിടുന്നു. ചിലർ ഹിംസാത്മക ചലച്ചിത്രങ്ങളിലും സീരീസുകളിലും അഭയം പ്രാപിക്കുന്നു. സൗഹാർദ്ദ കൂട്ടായ്മകളും സർഗാത്മകമായ വിദ്യാർത്ഥി രാഷ്ട്രീയവും കുട്ടികൾക്ക് വളരാനും വികസിക്കാനും അവസരം നൽകുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ പഠിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന യാന്ത്രികവാദം കുട്ടികളെ വിജയം നേടുന്ന യന്ത്രങ്ങളായി മാത്രം കാണുന്നു. പൊതുവെ സങ്കീർണമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മനസ്സിലാക്കിയുള്ള ആദ്യ ചുവടുവയ്പ്പാണ് LDF സർക്കാർ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതി. നിരന്തരം പുതുക്കേണ്ട ജൈവ പ്രവർത്തന പദ്ധതിയായി അത് സമൂഹം ഏറ്റെടുക്കും. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.